ഹലോ എവരിവൺ, ഞങ്ങളുടെ യാത്ര ഇന്ന് വൈക്കം അമ്പലത്തിനടുത്ത് തലയാഴം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വൈക്കം ഫിഷ് ഫാം ആൻഡ് അക്വാ ടൂറിസത്തിലേക്കാണ്. 4 ഏക്കർ സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ഫാമിലിയായി ഒരു ദിവസം ഫുള്ളായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് വൈക്കം ഫിഷ് ഫാം. രാവിലെ 10:30 മുതൽ 6 മണി വരെയാണ് ഫിഷ് ഫാമിൻ്റെ സമയം. ഫിഷ് ഫാമിൻ്റെ കൂടെ അക്വാ ടൂറിസത്തിൻ്റെ സാധ്യതകൾ വളരെ മനോഹരമായി കൂട്ടിച്ചേർത്താണ് ഇവിടെ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാം. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ സ്വീകരിക്കും. ആ സ്റ്റാഫായിരിക്കും നമ്മളുടെ ഗൈഡായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരിക. ഇവിടുത്തെ മെയിനൊരു അട്രാക്ഷനാണ് അക്വേറിയം. ഞാൻ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കണ്ടത് നാടൻ മീനുകളുടെ നല്ലൊരു ശേഖരം അവിടെയുണ്ട്. പിന്നെ അത് നമുക്ക് ഈ ഗൈഡായിട്ട് വരുന്ന സ്റ്റാഫ് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഓരോ മീനുകളുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ. നമുക്ക് ഉണ്ടായിരുന്നത് ഗീത ചേച്ചിയാണ്. ഗീത ചേച്ചി കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പല അറിവുകളും നമുക്ക് നൽകി. പല നാടൻ മീനുകളെയും അക്വേറിയത്തിൽ കാണുന്നതും അതിനെപ്പറ്റിയുള്ള വിവരങ്ങളും നൽകുന്നത് ആദ്യമായിട്ട് കാണുന്നതാണ്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആദ്യം കണ്ടപ്പോൾ എനിക്ക് ആ ഒരു അക്വേറിയം അത്ര ഒരു മോഡേണായിട്ട് തോന്നിയില്ല. പക്ഷേ അക്വേറിയത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള അക്വേറിയത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ശരിക്കും കുട്ടികൾക്ക് ആ ഒരു എൻജോയ് ചെയ്യാനും പറ്റും. കുറച്ച് ഇൻഫോർമേഷനും അവർ തരുന്നുണ്ട്. ഒരു പാക്കേജായിട്ടാണ് അവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. ഒരു വെൽക്കം ഡ്രിങ്കോടുകൂടിയാണ് ആ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശംഖുകളുടെയും ചിപ്പികളുടെയും നല്ലൊരു ശേഖരം അവിടെയുണ്ട്. പല വ്യത്യസ്തമായ ശംഖുകൾ കാണാമെന്നതിനേക്കാൾ കൂടുതലായി ഓരോ ശംഖുകളെ പറ്റിയുള്ള കൃത്യമായ വിവരണങ്ങൾ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണത്. ഇവിടെ ടിക്കറ്റ് പാക്കേജായിട്ടാണ് ഉള്ളത്. ഞങ്ങളെടുത്തത് 400 രൂപയുടെ പാക്കേജാണ്. ഫുഡിൻ്റെ വ്യത്യസ്തത അനുസരിച്ച് പാക്കേജിൻ്റെ എമൗണ്ട് കൂടും. 400 രൂപയുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഫിഷ് കറി മീൽസും 6 ഗെയിംസും പിന്നെ ഇവിടെയുള്ള ആക്ടിവിറ്റീസ് കയാക്കിംഗ്, ബോട്ടിംഗ് അടക്കം ഉള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ആ പാക്കേജ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണിത്. അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസിനുള്ള സ്കോപ്പ് അവിടെയുണ്ട്. ഇവിടെയുള്ള പാക്കേജിൻ്റെ ഭാഗമായിട്ട് നിരവധി ഗെയിമുകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഗെയിംസ് അവർ ഒരുക്കിയേക്കുന്നത്. സിമ്പിളായിട്ടുള്ള എന്നാൽ ഫണ്ണി ആയിട്ടുള്ള ഗെയിംസാണ്. അപ്പോൾ ആ ഗെയിംസ് നമ്മൾ 3 പ്രാവശ്യം എല്ലാ ഗെയിമും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് സമ്മാനവും തരും അവർ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഈ ഗെയിംസ് കളിക്കുന്നതും നടന്നു പോകുന്നതെല്ലാം മരങ്ങളുടെ താഴെ ആയതുകൊണ്ട് ഉച്ചയ്ക്കായിട്ട് പോലും ഒട്ടും ചൂട് ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്കുള്ള ഊണ് പാക്കേജിൻ്റെ ഭാഗമാണ്. അപ്പോൾ വാഴയിലയിൽ സൈഡ് കറികളും കക്കത്തോരനും പിന്നെ കരിമീൻ, അവരുടെ ഫാമിൽ നിന്നുള്ള കരിമീനും കൂട്ടിയാണ് നമുക്ക് ഊണ് തരുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ അവർ വേറെ കാര്യങ്ങൾ അഡീഷണലായിട്ട് നമുക്ക് അവർ ഉണ്ടാക്കി തരും. അല്ല, വേറെ പാക്കേജുകൾ എടുക്കണമെങ്കിൽ കൂടുതൽ ഐറ്റംസ് അതിനകത്തേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും.
ഇവിടെ അവരെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ഇത് വെമ്പനാട്ട് കായലിൻ്റെ കൈവഴിയാണ്. അതിൻ്റെ സൈഡിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്കിങ്ങനെ കിടക്കാനും കാറ്റൊക്കെ കൊണ്ട് കിടക്കാനുള്ളൊരു സൗകര്യം അവർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അടുത്ത അട്രാക്ഷനാണ് കയാക്കിംഗ്, കൊട്ടവഞ്ചിയും. അപ്പോൾ കയാക്കിംഗ് നമുക്ക് ചെയ്യാം. ഇതെല്ലാം പാക്കേജിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കൊട്ടവഞ്ചി അവരുടെ ഒരു സ്റ്റാഫും കൂടെ ഉണ്ടാവും. അപ്പോൾ കൊട്ടവഞ്ചിയും ആ ഒരു സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഫോട്ടോ എടുക്കാനുള്ള കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. അവരത് മാർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ഗ്രൂപ്പായിട്ടുള്ള ഫാമിലി ആണെങ്കിലും ചെറിയ ഫാമിലി ആണെങ്കിലും ഒരേപോലെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇത് അധികം എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഞാൻ പോയിട്ടുള്ളതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ഡേ നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാം. വേനൽക്കാലമാണെങ്കിലും മരങ്ങളുടെ കീഴിൽ തെങ്ങും തോപ്പും അതിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെയൊക്കെ ഇടയിലിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ്. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും വളരെ എൻജോയബിൾ ആയിരിക്കും. അപ്പം മൊത്തത്തിൽ ഞങ്ങൾ വലിയ പ്രതീക്ഷയില്ലാതെയാണ് ഇവിടേക്ക് പോയത്. പക്ഷേ നല്ലൊരു സ്ഥലമായിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ നന്നായി എൻജോയ് ചെയ്തു.